നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി മാസം 15-ാം തീയതി ഞാൻ പറഞ്ഞിരുന്നു, JPC റിപ്പോർട്ട് അതുപോലെ പാസ്സാക്കപ്പെടുകയാണ് എങ്കിൽ മുനമ്പത്തെ വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടും എന്നും അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞിരുന്നു. അതായത് സെക്ഷൻ 2 കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു പുതിയ പ്രൊവൈസോ ആണ് അതിനുള്ള കാരണം. അതിനെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും മറ്റു പല വീഡിയോകളിലും എങ്ങനെയാണ് അത് മുനമ്പത്തെ സഹായിക്കുക എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അതിനാൽ ഞാൻ അതിലേക്ക് കടക്കാൻ ഇവിടെ മുതിരുന്നില്ല. ഞാനൊന്ന് പറഞ്ഞിരുന്നു, ഈ പ്രൊവിസോ വന്നിട്ട് എന്നാണോ വഖഫ് ആക്ട് പാസ്സാക്കപ്പെടുന്നത് അന്നു മുതൽ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയം ആകുമെന്നും അതുപോലെ തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളം ഇന്ന് ആ ഒരു കൊച്ചു സെന്റൻസിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള കുറെ പേരും BJPയും പറയുന്നു മുനമ്പത്തിന് പരിഹാരം ആയി എന്ന്. എന്നാൽ മറ്റുള്ള പാർട്ടിക്കാർ പറയുന്നത് മുനമ്പത്തിന് ഒരു പരിഹാരവും ഇല്ല എന്നാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഏവരും ഒന്ന് കാണുക. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ മുതലേ വ്യക്തതയുള്ളതാണ്. ഇവിടെ വഖഫ് ഭേദഗതി ബിൽ പാസ്സായപ്പോ നമ്മുടെ മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് തികച്ചും സത്യസന്ധമായ ഒരു കാര്യമാണ്. അതായത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നു, ഈ പുതിയ ഭേദഗതി നിയമം അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന്. എന്നാൽ അദ്ദേഹം തുടർന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇത്തരം വിഷയങ്ങളിൽ നേരത്തെ തന്നെ വ്യക്തമായ ധാരണ ഉള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണ്? പുതിയ വഖഫ് നിയമത്തിൽ എന്തൊക്കെ തന്നെ എഴുതിയിരുന്നാലും ഞങ്ങൾക്ക് മുൻപേ ഒരു ധാരണയുണ്ട്, അതനുസരിച്ചിട്ട് മാത്രമേ ഞങ്ങൾ തീരുമാനം എടുക്കൂ എന്ന്. അതായത് മുനമ്പത്തെ ജനതയ്ക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾ നൽകില്ല എന്നാണ് അദ്ദേഹം അവിടെ പറയാതെ പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, BJPയും മറ്റു പല ആൾക്കാരും പറയുന്നത് സെക്ഷൻ 2 വന്ന ഈ ഭേദഗതിയിലൂടെ മുനമ്പത്തിന്റെ വിഷയം പരിഹരിക്കപ്പെടും എന്നുള്ള തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്നും. ഞാൻ താഴ്മയായിട്ട് അദ്ദേഹത്തിന് ചോദിക്കുകയാണ്, അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തു ഇതിന്റെ നിയമവശങ്ങൾ പഠിച്ചിട്ടില്ല എന്നും. എങ്കിൽ പിന്നെ എങ്ങനെയാണ് BJPയും മറ്റു പല ആൾക്കാരും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയാണ് പരത്തുന്നത് എന്നും? അങ്ങനെയാണെങ്കിൽ തന്നെ ആ വഖഫ് നിയമ ഭേദഗതി പഠിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു ആരോപണവും ഉന്നയിക്കാൻ സാധിക്കൂ. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആരോ എന്തോ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു, അദ്ദേഹം അത് വായിച്ചു എന്നല്ലാതെ ഞാൻ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എന്നാൽ BJP ഒഴികെയുള്ള എല്ലാ പാർട്ടിക്കാരും മത്സരിച്ച് മുനമ്പത്തിന് ഈ ഭേദഗതിയിലൂടെ ഒരു പരിഹാരം കിട്ടില്ല എന്ന് എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണം നടത്തുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെയുള്ള CPMന്റെ അരുൺകുമാറിനെ കുറിച്ചിട്ടാണ് പരാമർശിച്ചത്. എന്നാൽ ഇന്ന് എൻ്റെ ഇര എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം ലീഗ് നേതാവും വഖഫ് ആക്ടിനെ കുറിച്ചിട്ടൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന ആളുമായ ബഹുമാന്യനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ്. അദ്ദേഹം കുറച്ചു ദിവസം മുമ്പ് നമ്മുടെ മനോരമ ചാനലിൽ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ അദ്ദേഹം ഒരു വലിയ ബോംബ് പൊട്ടിച്ചു. ആ ബോംബിന്റെ പേരാണ് നോൺ അബ്സ്റ്റാൻഡെ ക്ലോസ് എന്നത്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ആങ്കർക്കോ സഹ പാനലിസ്റ്റുകൾക്കോ TV-യിലൂടെ അത് വീക്ഷിച്ച ആർക്കും തന്നെ ആ ബോംബ് എന്താണെന്ന് മനസ്സിലായില്ല. അത് മുനമ്പത്തെ ജനങ്ങളുടെയും മുനമ്പം ജനത രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച ആൾക്കാരുടെയും മനസ്സിൽ തീയാണ് കോരിയിട്ടത്. എന്നാൽ ഇതെന്താണെന്ന് ഒട്ടും അറിയാനും വയ്യ. അതിനാൽ തന്നെ അദ്ദേഹം പറയുന്നതൊക്കെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ മാത്രമേ അവർക്കൊക്കെ കഴിഞ്ഞുള്ളൂ. അപ്പോഴാണ് എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് അക്കാര്യം അറിയിക്കുകയും അതിൻ്റെ ലിങ്ക് അയച്ചു തരികയും അക്കാര്യത്തെപ്പറ്റി ഒന്ന് വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. അഡ്വക്കേറ്റ് ഷാ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹം ആരാണെന്ന് മനസ്സിലായി. അദ്ദേഹം വളരെ ബുദ്ധിമാനാണ്. അതിവിദഗ്ധമായി തൻ്റെ വാക് സാമർഥ്യം കൊണ്ട് പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞ് അത് സത്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അപാരമായ
കഴിവും തൊലിക്കെട്ടിയുമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ആ സെക്ഷനെ എങ്ങനെ റീഡ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പറയുന്നത്. ആ സെക്ഷൻ ഒരു ഇൻസെർഷൻ ആണ്, ആ സെക്ഷൻ ഒരു പ്രൊവൈസോ ആണ്. ആ സെക്ഷനിൽ നത്തിങ് ഇൻ ദി വഖഫ് ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു ട്രസ്റ്റ് എന്ന് പറയുന്നിടത്ത് അത് പ്രോസ്പെക്റ്റീവ് ആണ്. നത്തിങ് ഇൻ ദിസ് വഖഫ് ആക്ട് വിൽ ബി ആപ്ലിക്കബിൾ ടു ട്രസ്റ്റ് ഹിയർ ആഫ്റ്റർ എന്ന് തന്നെയാണ് അതിനർത്ഥം. അത് പ്രോസ്പെക്റ്റീവ് ആണ്. എന്നാൽ അതിന് റിട്രോസ്പെക്റ്റീവിന്റെ സ്വഭാവം കൊടുക്കുന്നത് ഒരു നോൺ ഒബ്സ്റ്റൻഷ്യ ക്ലോസ് ആണ്. അതിനാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി ജഡ്ജ്മെന്റ്, ഡിഗ്രി ഓർ ഓർഡർ ഓഫ് എ കോർട്ട്. ഇത് ഈ നോൺ ഒബ്സ്റ്റൻഷ്യ ക്ലോസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പറഞ്ഞൊരു ഓവർ റൈഡിങ് എഫക്ട് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഓവർ റൈഡിങ് എഫക്ട് എന്തിനായിരിക്കും? ആ നോൺ ഒബ്സ്റ്റൻഷ്യ ക്ലോസിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമേ ഓവർ റൈഡിങ് എഫക്ട് ഉണ്ടാവുകയുള്ളൂ. അതായത് ഏതെങ്കിലും കോടതിയുടെ ജഡ്ജ്മെന്റ്, ഡിഗ്രി, ഓർഡർ ഉണ്ടെങ്കിൽ അതിന് ഓവർ റൈഡിങ് എഫക്ട് ഉണ്ട്. അതായത് അത് റിട്രോസ്പെക്റ്റീവ് ആയിരിക്കും. ഇവിടെ സെക്ഷൻ 40 ഒമിറ്റ് ചെയ്തു. സെക്ഷൻ 40 ഒമിറ്റ് ചെയ്ത് കളഞ്ഞു, അല്ലേ? അതും പ്രോസ്പെക്റ്റീവ് ആണ്. ഇന്നലെ വരെ സെക്ഷൻ 40 പാസ്സാക്കിയ ഓർഡറുകളൊന്നും ഇല്ലാതാകുമെന്നല്ല അർത്ഥം. ഇന്ന് മുതൽ സെക്ഷൻ 40 പ്രകാരമുള്ള ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. വളരെ ലളിതമായി ഇവിടെ മുനമ്പത്ത് അവിടുത്തെ ആളുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന നിയമക്കുരുക്കുകൾ അത് മുൻകാല പ്രാബല്യത്തോടെ ഇല്ലാതാക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ആ നിലയ്ക്കല്ല ഇപ്പോ ഈ ബിൽ പാസ്സാക്കിയെടുത്തിരിക്കുന്നത് എന്ന്. അതെ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് കൂടെ തന്നെ കേട്ടാൽ അത് മനസ്സിലാവും. അതായത് ജഡ്ജ്മെന്റും ഡിഗ്രിയും ഓർഡറും എല്ലാം മറികടന്നിരിക്കുന്നു. എന്നാൽ സെക്ഷൻ 40 നിങ്ങൾ വായിച്ചാൽ അതൊരു ഡിസിഷനാണ്. അത് ഒരു വഖഫ് ബോർഡിന്റെ എൻക്വയറി മൂലം ഉണ്ടാക്കുന്ന ഒരു ഡിസിഷനാണ്. ആ ഡിസിഷന് ഓവർ റൈഡിംഗ് എഫക്ട് ഉണ്ടാകണമായിരുന്നുവെങ്കിൽ ഈ നോൺ വിത്ത് സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ ജഡ്ജ്മെന്റ്, ഡിഗ്രി, ഓർഡർ ഓഫ് എനി കോർട്ട് ആൻഡ് എനി ഡിസിഷൻ ടേക്കൺ ബൈ ദി വഖഫ് ബോർഡ് അണ്ടർ സെക്ഷൻ 40 അതിനകത്ത് വേണം. അപ്പോഴേ നോൺ ഒബ്സ്റ്റൻഷ്യ ക്ലോസിൽ അത് എക്സ്ക്ലൂഷൻ കിട്ടുള്ളൂ. ആ ഓർഡർ അവിടെ നിലനിൽക്കുകയാണ്. ഞാൻ അദ്ദേഹം വായിച്ച ആ പുതിയ ഇൻസേർഷൻ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാർക്കും തന്നെ അത് വായിച്ചാൽ മനസ്സിലാക്കാൻ ഉള്ള കപ്പാസിറ്റി ഇല്ല. അത് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ആദ്യമായി അദ്ദേഹം പറയുന്നു ആ സെന്റൻസിന്റെ ആദ്യ ഭാഗത്തിന് പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് മാത്രമേ ഉള്ളൂ എന്നു. എന്റെ പൊന്നു സാറേ, ഒരു സെന്റൻസ് എന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഭാഗം മാത്രം എടുത്തു വച്ചിട്ട് അതിന് പ്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആയിരിക്കുമോ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആയിരിക്കുമോ എന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം നിങ്ങൾ വായിക്കുന്ന ആ സെന്റൻസിനെ നിങ്ങൾ ബഹുമാനിക്കാൻ ബാധ്യസ്ഥനാണ്. തുടർന്ന് അദ്ദേഹം നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസ് എന്താണെന്ന് പറയുന്നു. അതിന് ഒരു ഓവർ റൈഡിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന പ്രൊവിഷന് ആ നോൺ ഒബ്സ്റ്റാൻഡിംഗ് ക്ലോസിൽ പറയുന്ന കാര്യങ്ങൾക്ക് മേൽ മാത്രമേ ഓവർ റൈഡിംഗ് എഫക്റ്റ് ഉണ്ടാകൂ എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് ജഡ്ജ്മെന്റ്, ഓർഡർ ആൻഡ് ഡിക്രി എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ 3 കാര്യത്തിനും മേൽ മാത്രമേ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഈ പുതിയ പ്രൊവിഷൻ, അതായത് പുതിയ അമെൻമെന്റിന് ഓവർ റൈഡിംഗ് എഫക്റ്റ് ഉണ്ടായിരിക്കൂ എന്നും വഖഫ് ബോർഡ് ഇതിനകം തന്നെ സെക്ഷൻ 40 അടിയിൽ പല വിധത്തിലുള്ള ഡിസിഷൻസും എടുത്തിട്ടുണ്ട് എന്നും, അതായത് ഓർഡറോ ജഡ്ജ്മെന്റോ ഡിക്രിയോ അല്ല, ഡിസിഷൻസ് എടുത്തിട്ടുണ്ട് എന്നും. ആ ഡിസിഷൻ എന്നുള്ള വാക്ക് ഈ നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസിൽ എഴുതാത്തത് കൊണ്ട് അതിനുമേൽ ഈ പുതിയ വഖഫ് നിയമത്തിന് ഓവർ റൈഡിംഗ് എഫക്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നും ഒരു വിഡ്ഢിയെ പോലെ വിളിച്ചു പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അടുത്ത വിഡ്ഢിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ ഒബ്സ്റ്റൻഡേ ക്ലോസ് ആണ്. അതായത് നോട്ട് വിത്ത്സ്റ്റാൻഡിംഗ് എനി ജഡ്ജ്മെന്റ്, ഓർഡർ ഓർ ഡിക്രി ഓഫ് എനി കോർട്ട്. ആ ഭാഗമാണ് ഈ സെക്ഷൻ 2 പുതിയ ഇൻസെർഷനായ 2A മുൻകാല പ്രാബല്യം നൽകുന്നത് എന്നാണ്. എന്റെ പൊന്നു സാറേ, അവിടെ കുറച്ച് നൗൺസ് മാത്രമാണ് ഉള്ളത്. ജഡ്ജ്മെന്റ്, ഡിക്രി ആൻഡ് ഓർഡർ, അതൊക്കെ നൗൺസ് ആണ് സാർ. ഒരു നൗണിന് വന്നിട്ട് ഒരു പ്രൊവിഷന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഒരിക്കലും കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ വളരെ പരിമിതമായ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിൽ നിന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. മറിച്ച് ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരണമെങ്കിൽ
തീർച്ചയായിട്ടും ബെർബിളിയുടെയോ ആട് ബെർബിളിയുടെയോ ആയിരിക്കണം അങ്ങനെ ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരേണ്ടത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇതിനകം വഖഫ് ബോർഡ് സെക്ഷൻ 40 എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഒക്കെ ഈ പുതിയ ഭേദഗതി വന്നാലും അതുപോലെ തന്നെ നിലനിൽക്കും എന്നും മുൻപത്തെ കേരള വഖഫ് ബോർഡ് ആൾറെഡി എടുത്തു കഴിഞ്ഞു എന്നും അതിനാൽ തന്നെ പുതിയ നിയമം അതിന് ബാധകമാകില്ല എന്നും അതിനാൽ തന്നെ മുനമ്പം രക്ഷപ്പെടില്ല എന്നും ആണ് അദ്ദേഹത്തിന്റെ നിയമോപദേശം. ആരോട്? ജനങ്ങളോട്. അദ്ദേഹത്തിന്റെ അടുത്ത വിഡ്ഢിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ ഇൻസേർഷൻ വന്നിട്ട് പഴയ ജഡ്ജ്മെന്റുകളെയും ഡിക്രികളെയും ഓർഡറുകളെയും ഒക്കെ തന്നെ മറികടക്കുന്നു എന്നാണ്. അത് തികച്ചും തെറ്റായ ഒരു വസ്തുതയാണ്. ഒരു അഡ്വക്കേറ്റായ ഒരു വ്യക്തി ഒരിക്കലും പറയാത്ത കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പാർലമെന്റിനോ നിയമസഭയ്ക്കോ അത്തരം ജഡ്ജ്മെന്റുകളെ നിർവീര്യമാക്കുന്ന ഇല്ലാതാക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ സാധ്യമല്ല. കാരണം അത് വന്നിട്ട് ലെജിസ്ലേച്ചറിന്റെ ജുഡീഷ്യറിക്ക് മേലുള്ള കടന്നു കയറ്റം ആകും. അത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അത് സെപ്പറേഷൻ ഓഫ് പവറിനും റൂൾ ഓഫ് ലോയ്ക്കും എതിരാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഒരു വസ്തു വഖഫായിക്കോട്ടെ അല്ലാതിരിക്കട്ടെ, അത് ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം പ്രവർത്തിച്ചു വരുന്ന പൊതുധർമ്മ സ്ഥാപനം, പബ്ലിക് ചാരിറ്റീസ്, അതിനടിയിലാണ് എന്നുണ്ടെങ്കിൽ അത് വഖഫാണെങ്കിലും അല്ലെങ്കിലും അത് വഖഫ് ആക്ടിന് പുറത്തായിരിക്കും എന്നാണ് ഈ പുതിയ നിയമം പറയുന്നത്. അതിനാൽ തന്നെ താങ്കൾ ദയവ് ചെയ്ത് ഈ കൊണ്ടുവന്ന പുതിയ ഭേദഗതി നിയമം ഒന്ന് മനസ്സിരുത്തി പഠിക്കണം എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് മാത്രം മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഫയൽ ചെയ്ത ഹർജിയിൽ മെൻഷൻ ചെയ്താൽ മതിയാകും. കാരണം 100% സുപ്രീം കോടതി അക്കാര്യത്തിൽ ഇടപെടുകയും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട പ്രകാരം അവർക്കൊരു സ്റ്റേ ഓർഡർ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 16-ാം തീയതി വരെ കാത്തിരിക്കാം ഇദ്ദേഹം പറഞ്ഞതിൽ വല്ല വസ്തുതയും ഉണ്ടോ എന്ന്. കാരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി 16-ാം തീയതി ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യുന്നത് ആയിരിക്കും എന്നുള്ളതിന് എനിക്ക് യാതൊരുവിധ സംശയവും ഇല്ല. നമുക്കിനി എന്താണ് ഈ നോൺ ഒബ്സ്റ്റൻഡ് ക്ലൗസ് എന്ന് നോക്കാം. അതായത് നമ്മുടെ പാർലമെന്റും നിയമസഭയും ഒക്കെ ഓരോരോ നിയമങ്ങൾ കൊണ്ടുവരുന്ന വേളയിൽ അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പുതിയ പ്രൊവിഷന് നിലവിലുള്ളതും ഈ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പ്രൊവിഷന് വിരുദ്ധവുമായിട്ടുള്ള സംഗതികളുടെ മേൽ, നിയമങ്ങളുടെ മേൽ ഓവർ റൈഡിങ് എഫക്റ്റ് കൊടുക്കാനാണ് ഈ നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസ് ഉപയോഗിക്കുന്നത്. ഒരു നിയമം ഉണ്ടാക്കുന്ന അവസരത്തിൽ പാർലമെന്റിനോ നിയമസഭയ്ക്കോ തങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസ് ഉപയോഗിക്കുന്നത്. അത് മിക്കവാറും ഒരു സെന്റൻസിന്റെ ആദ്യ ഭാഗത്തായിരിക്കും വരിക. ഇവിടെ വന്നതുപോലെ നോട്ട് വിസ്റ്റാൻഡിങ് ഇൻ എ ജഡ്ജ്മെന്റ്, ഓർഡർ ഓർ ഡിക്രി എന്ന് പറയുന്നത് നിലവിലുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം വരുന്ന ഭാഗത്താണ് പുതിയതായിട്ട് വരുന്ന പ്രൊവിഷൻ വരിക. ആ പ്രൊവിഷൻ ആയിരിക്കും മുകളിൽ പറഞ്ഞ പ്രൊവിഷന് മേൽ ആധിപത്യം ഉണ്ടായിരിക്കുക. അതായത് ഈ നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസിൽ പറയുന്ന കാര്യങ്ങൾ ഈ പുതിയതായിട്ട് കൊണ്ടുവരുന്ന പ്രൊവിഷനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുക? ഇപ്പോൾ മുഹമ്മദ് ഷാ അദ്ദേഹത്തിന്റെ ഭാവനയിൽ അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്തു. അത് ശരിയാണോ? എനിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതിന് സാധിക്കില്ല. ഇത് സാധിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതികൾക്കാണ്. ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഷാ പറയുന്നത് പോലെ ഈ നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസിൽ എഴുതിയിട്ടുള്ള വാക്കുകൾക്ക് മേൽ മാത്രമല്ല, മറിച്ച് എന്ത് ഇന്റൻഷനോടു കൂടിയാണോ ഈ പാർലമെന്റ് ഈ നിയമം പാസാക്കിയത് അതിന് 100% എൻഫോഴ്സിബിലിറ്റി കൊടുക്കാനാണ് ഈ നോൺ ഒബ്സ്റ്റാൻഡ് ക്ലോസ് കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ഈ വഖഫ് ബോർഡിന്റെ ഡിസിഷൻ അവിടെ തന്നെ കിടക്കും, അതുകൊണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കില്ല എന്നുള്ള വളരെ ബാലിശമായ, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ വാദങ്ങൾ എന്ന് ഏവരും മനസ്സിലാക്കുക.
ഈ നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസ് എന്ന് പറയുന്നത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പ്രൊവിഷന്റെ സ്കോപ്പ് കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പ്രൊവിഷന്റെ ലക്ഷ്യം, അതിന്റെ സ്കോപ്പ് വളരെ ക്ലിയർ ആയിരിക്കുന്ന അവസരത്തിൽ. അപ്പോൾ ഒരാൾ ഒരു നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് പാർലമെന്റിന്റെ ഇന്റൻഷൻ ആയിരുന്നു, അല്ലാതെ ഈ ചവർ സ്ഥാപനമായ വഖഫ് ബോർഡിന്റെ ഡിസിഷൻ അല്ല എന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച ഒരു സുപ്രധാന വിധിയാണ് 1964 ഞാൻ ജനിച്ച വർഷത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച സൗത്ത് ഇന്ത്യൻ കോർപ്പറേഷൻ വേഴ്സസ് സെക്രട്ടറി ഓഫ് ബോർഡ് ഓഫ് റവന്യൂ തിരുവനന്തപുരം എന്ന കേസിലെ വിധി. അതുപോലെ തന്നെയുള്ള മറ്റൊരു കേസാണ് KCB വേഴ്സസ് ഇന്ത്യൻ അലുമിനിയം കമ്പനി. അത് 1976 കേസാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായ്ക്ക് അറിയില്ലെങ്കിൽ ആ ജഡ്ജ്മെന്റുകൾ ഒന്നെടുത്ത് വായിക്കണം എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് അന്ന് അത് കണ്ട് ഞെട്ടിയ എന്നെ വിളിച്ച എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, ഇതിലൊരു കാര്യവുമില്ല. അദ്ദേഹത്തിന്റെ ശ്രമം ഈ നാട്ടുകാരെ നല്ല രീതിക്ക് പറ്റിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞതിന് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ല. അഥവാ ഞാൻ പറയുന്നത് കള്ളമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ദയവ് ചെയ്ത് ഞാനുമായി ഒരു സംവാദത്തിന് തയ്യാറാകണം എന്നാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. ഇനി അടുത്തതായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മറ്റൊരു കള്ളത്തരം പൊളിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ വഖഫ് ആക്ടിൽ ഒരു സെക്ഷൻ 96 ഉണ്ട്. അതെന്താണെന്ന് ഞാനൊന്ന് വായിക്കാം. Power of central government to regulate secular activities of Waqf. For the purpose of regulating the secular activities of Waqf, the central government shall have the following powers and functions, namely, to lay down general principles and policies of Waqf administration in so far as they relate to the secular activities of the Waqf. അതിനുശേഷം ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് ഈ സെക്യുലർ ആക്ടിവിറ്റീസ് എന്നാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the purpose of this section, secular activities shall include social, economic, educational and other welfare activities. അടുത്തതായിട്ട് അദ്ദേഹം പറയാൻ പോകുന്നത് ഈ സെക്ഷനെ കുറിച്ചിട്ടല്ല, തൊട്ടടുത്ത സെക്ഷനെ കുറിച്ചിട്ടാണ്, സെക്ഷൻ 97. അത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ആ 97 വായിക്കുന്നുണ്ട്. അത് എവിടെ മുതലാണ് വായിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സെക്ഷൻ 97 ഒന്ന് വായിച്ചോ. വക്കീലായിട്ടുള്ള അനിൽകുമാറിനോട് ഞാൻ പറയുകയാണ്, അതായത് the state government may from time to time give to the board such general or special direction as the state government thinks fit, and in the performance of its function the board shall comply with such direction. ഇത് 97-ലുള്ള സർക്കാരിന്റെ ഏറ്റവും വലിയ അധികാരമാണ്. ആ അധികാരമാണ് 2010 ഇൻവോക്ക് ചെയ്തത്. അതാണ് ഇതിലേക്ക് ലീഡ് ചെയ്തത്. Sorry, Mr. Shah, you are totally wrong and you are trying to deceive the whole world. Why? Because the section starts with the following sentence, which you deliberately omitted to read. That is, section 97, directions by state government. Subject to any directions issued by the central government under section 96, the state government may from time to time. അത് ബാക്കി അദ്ദേഹം വായിച്ചതാണ്. അതായത് എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ട നിർദ്ദേശങ്ങൾ വഖഫ് ബോർഡുകൾക്ക് നൽകാവുന്നതാണ്. സുഹൃത്തുക്കളെ, എത്ര മനോഹരമായാണ് നമ്മുടെ അഡ്വക്കേറ്റ് ഷാ നമ്മളെയൊക്കെ പറ്റിച്ചതല്ലേ, എല്ലാവരെയും പേടിപ്പിച്ചത്. തികച്ചും അദ്ദേഹം കള്ളം പറയാൻ ബഹുമിടുക്കനാണെന്നാണ് ഇവിടെ തെളിയിക്കുന്നത്. ഇതെന്താണ് എൻ്റെ സുഹൃത്തുക്കളെ തെളിയിക്കുന്നത്? കാരണം ഇത് ഈ പുതിയതായിട്ട് വന്ന ഇൻസേർഷൻ പ്രകാരം മുനമ്പത്തിന് ഒരു പരിഹാരമുണ്ട്. അത് എങ്ങനെയെങ്കിലുമൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ മെഴുകൽ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെ ഇങ്ങനെ വായിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് വളരെ വലിയ അധികാരങ്ങളാണ് ഈ സെക്ഷൻ 97 പ്രകാരം കിട്ടിയിരിക്കുന്നതെന്ന്. ചിരിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ഇത്തരത്തിലുള്ള വലിയ വലിയ ആൾക്കാർക്ക് തന്നെ ഇതുപോലെ കള്ളം പറയേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ 2A പുതിയതായിട്ട് വന്ന സെക്ഷൻ 2A എത്രമാത്രം ഉയർന്ന നിലയിലാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം.
അദ്ദേഹം CPM-ന്റെ പ്രതിനിധിക്ക് ഒരു കൊട്ടും കൊടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റായ അനിൽകുമാറെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അപ്പൊ എന്താ, ഇദ്ദേഹം അഡ്വക്കേറ്റ് അല്ലേ? അദ്ദേഹത്തിന് ആ സെന്റൻസ്, ആ സെക്ഷൻ മുഴുവൻ വായിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം. പിന്നെ അദ്ദേഹം പറയുന്നു, ഇത് അമിതമായ അധികാരങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരമാണ്. സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഈ ഓർഡേഴ്സ്, ഈ വഖഫ് ബോർഡുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാം എന്നല്ലാതെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് വന്നിട്ട് യാതൊരു വിധത്തിലും ഉള്ള അധികാരവും ഇല്ല. തുടർന്ന് അദ്ദേഹം വീണ്ടും ജനങ്ങളെ പൊട്ടനാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ആ അധികാരം ഉപയോഗിച്ചാണ് നേരത്തെ നിസാർ കമ്മീഷനെ നിയോഗിച്ചിരുന്നത്. അല്ല മിസ്റ്റർ ഷാ, അത് വന്നിട്ട് 1952 കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരമാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഈ സെക്ഷൻ 97 പ്രകാരം അല്ല. എല്ലാവർക്കും മനസ്സിലാവും, സെക്ഷൻ 97 പ്രകാരം ഒരു കമ്മീഷനെയും വയ്ക്കാൻ പറ്റില്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, തുടർന്ന് നിങ്ങൾ മറ്റൊരു കമ്മീഷനെ വച്ചതുകൊണ്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത് എന്നാണ്. ഇതിനൊന്നും മറുപടി അദ്ദേഹം അർഹിക്കുന്നില്ല എങ്കിൽ തന്നെയും മറുപടി പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഗതികേട്. ഇപ്പോ ആ അധികാരം വീണ്ടും ഇൻവോക്ക് ചെയ്യാൻ 10 മിനിറ്റ് മതി എന്ന് പറയുന്നതിന്റെ കാരണം, നിലവിലുള്ള സാഹചര്യത്തിലെ പഠനം നടത്തിയതിനു ശേഷം സെക്ഷൻ 97 ഒരു ജിയോ ഇറക്കിയാൽ മതി. അതിന് കൺസെൻസസ് വേണേ കൺസെൻസസ് ഉണ്ടാക്കി തരാമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത്. ആ കൺസെൻസസ് ഞങ്ങൾ തരാം, ചർച്ച ചെയ്യൂ, എന്നിട്ട് സെക്ഷൻ 97 ഒരു ഓർഡർ ഇറക്കൂ. നിങ്ങൾക്ക് ഇത് സൂപ്പർസീഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിന് പകരം നിങ്ങൾ തന്നെ അബദ്ധത്തിൽ വെച്ച ഒരു കമ്മീഷൻ കൊണ്ടായ ഒരു കുഴപ്പം കാണിച്ചത് കൊണ്ട് പുതിയൊരു കമ്മീഷനെ വെക്കേണ്ടി വന്നു. അതിന്റെ ലീഗൽ ഒപ്പീനിയൻ അങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞത്. എങ്ങനെ ഇരിക്കണം? ആ അധികാരം ഇൻവോക്ക് ചെയ്യാൻ 10 മിനിറ്റ് മാത്രം മതി. ഇപ്പോഴുള്ള കാര്യങ്ങളുടെ ഒരു പഠനം നടത്തിയതിനു ശേഷം സെക്ഷൻ 97ന്റെ അടിയിൽ ഒരു ഉത്തരവിറക്കിയാൽ മതി എന്നാണ് ഇദ്ദേഹത്തിന്റെ അതിവിദഗ്ധമായ നിയമോപദേശം. നന്നായിരിക്കുന്നു അല്ലേ? ഈ സെക്ഷൻ 97ൽ ഓർഡർ ഇറക്കാനോ? അങ്ങനെയാണെങ്കിൽ ആദ്യം സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും ഡയറക്ഷൻ കൊടുക്കണ്ടേ? അതിന്റെ അടിസ്ഥാനത്തിലേ ചെയ്യാൻ പറ്റൂ. ഈ വസ്തു ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഉത്തരവ് സെക്ഷൻ 97ന്റെ അടിയിൽ ഈ സർക്കാരിന് എടുക്കാൻ സാധിക്കുമോ? ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. എന്തിനാണ് അദ്ദേഹത്തിന്റെ വിലയും കളഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഏക കാരണം ഈ പുതിയ നിയമ ഭേദഗതിയിലൂടെ മുനമ്പംകാർക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാകില്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മുസ്ലിം ലീഗ് നമുക്കെല്ലാം കൂടെ ചേർന്നിട്ടുള്ള കൺസെൻസസ് ഉണ്ടാക്കാം, മുസ്ലിം ലീഗ് അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കി തരാം, നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സെക്ഷൻ 97 അടിയിലുള്ള അമിതമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക. ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്? ഇതായത് അദ്ദേഹം നഗ്നമായിട്ട് അറിഞ്ഞു വച്ചുകൊണ്ട് ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ ചർച്ചകൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വില മാത്രമേ അതിന് കൊടുക്കാവൂ. കാരണം അദ്ദേഹം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ജനങ്ങളെ പൊട്ടന്മാർ എങ്ങനെ ആക്കാം എന്ന് ആലോചിച്ചുകൊണ്ട്. ഇത് അന്നത്തെ ആ ചർച്ചയിൽ പങ്കെടുത്ത CPM-ന്റെ പ്രതിനിധി കെ അനിൽകുമാർ കാണുകയാണെങ്കിൽ അദ്ദേഹം തികച്ചും സന്തോഷവാനായി മാറും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന് സെക്ഷൻ 97ൽ അധികാരമുണ്ട്. സെക്ഷൻ 97ലെ അധികാരം നിങ്ങൾ വായിച്ചു നോക്കാൻ മനസ്സിലാകും. എല്ലാ വഖഫ് ബോർഡിന്റെയും മുകളിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരം. സെക്ഷൻ 96ലെ അധികാരങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സെക്യുലർ ആക്ടിവിറ്റീസിലെ വഖഫ് ബോർഡിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും മുകളിലാണ്. 97ലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരം വഖഫ് ബോർഡിന്റെ എല്ലാ അധികാരങ്ങൾക്കും മുകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കിരാതമല്ല എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ആക്ട് കിരാതം അല്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ സെക്ഷൻ 97 അടിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് എവറസ്റ്റിന്റെ അത്ര ഉയരത്തിലുള്ള അധികാരങ്ങൾ ഉണ്ട് എന്ന പച്ചക്കള്ളം ഇദ്ദേഹം വിളിച്ചു പറയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരുടെയും സ്വഭാവം എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. എന്റെ പൊന്ന് ഷാ സാറെ, ഈ സെക്ഷൻ 97ന്റെ അടിയിലെന്നും മാത്രമല്ല ഒരു സെക്ഷന്റെ അടിയിലും ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു അധികാരമില്ല സാർ, വട്ടപൂജ്യമാണ്. അത് താങ്കൾ മനസ്സിലാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ മുന്നിൽ താങ്കൾ സ്ഥാപിക്കണം. ഞാൻ താങ്കളെ വെല്ലുവിളിക്കുക. നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ആക്ട് കിരാതമാണ് സർ, കിരാതമാണ് സർ. ഒരു സംശയവും താങ്കൾക്ക് വേണ്ട. 100% ദ മോസ്റ്റ് ഡ്രാക്കോണിയൻ ലോ ആയിരുന്നു നമ്മൾ എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞ വഖഫ് ആക്ട് 1995 അമെൻഡഡ് ഇൻ 2013. പുതിയതായി സെക്ഷൻ 2-നടിയിൽ കൊണ്ടുവന്ന 2A പ്രകാരം ഇതുവരെ ഉണ്ടായിരുന്ന
ജഡ്ജ്മെന്റുകളോ ഡിഗ്രികളോ ഓർഡേഴ്സോ അസാധു ആകുന്നില്ല. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വഖഫും വഖഫ് അല്ലാതാകുന്നില്ല. അതിന് സാധ്യവും അല്ല. മറിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെയും താങ്കൾക്ക് പിടികിട്ടിയിട്ടില്ല. ഇതൊരു വഖഫാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. വഖഫാണെങ്കിലും അല്ലെങ്കിലും ഇത് വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരിക്കും. താങ്കൾക്കറിയാമല്ലോ അജ്മീറിലെ ദർഗ അതൊരു വഖഫാണെന്ന് ആർക്കും സംശയമില്ലല്ലോ. എന്നാലും അത് ഇതുവരെ വഖഫ് ആക്ടിന്റെ പരിധിക്ക് പുറത്തായിരുന്നു സാർ. കാരണം എന്താണ്? അത് 1955 അജ്മീറിലെ ആ ദർഗയെ സംബന്ധിച്ചുള്ള ഒരു ആക്ട് ഉണ്ട്, അതിനടിയിൽ ആയിരുന്നു. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുന്ന ആൾക്കാർ വളരെ വളരെ അപൂർവമാണ്. താങ്കളും ആ ഗണത്തിൽ പെടുന്നില്ല എന്ന് താങ്കളുടെ ആ ചാനൽ ചർച്ചയിൽ നിന്നും എനിക്ക് മനസ്സിലായി. അതായത് താങ്കൾ വളരെ ക്ലെവർലി ഈ കാര്യങ്ങൾ വളച്ചൊടിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഈ വീഡിയോയുടെ ഇതുവരെ ഉള്ള ഭാഗം തെളിയിക്കുന്നത് എന്ന് താങ്കൾ മനസ്സിലാക്കിയില്ല എങ്കിലും ഈ ലോകം മനസ്സിലാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. ഞാൻ അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയിലെ മുഴുവൻ വിഷയങ്ങളും ഇവിടെ പരിഗണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നീണ്ടുപോകും. അതിനാൽ തന്നെ ഞാൻ ഈ വിഷയം 2 or 3 എപ്പിസോഡിൽ തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ സോഫിസ്റ്റിക്കേറ്റായ രീതിയിൽ വീഡിയോ പിടിക്കണമെന്നോ എഡിറ്റ് ചെയ്യണമെന്നോ അത് 10 മിനിറ്റ് അകത്തുള്ള ക്യാപ്സൂളുകളായി ഇറക്കി മാക്സിമം ആൾക്കാരെ കാണിക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ല. എൻ്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഒരാളിന് എന്തെങ്കിലും ഒരു ശരിയായ ഇൻഫോർമേഷൻ കിട്ടണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കൂടാതെ ഈ നിയമം എന്ന് പറയുമ്പോൾ സാധാരണ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അവർ വളരെ ഭയത്തോടു കൂടിയാണ് ഈ നിയമ വിഷയത്തെ സമീപിക്കുന്നത്. അങ്ങനെ ഉള്ള ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഇന്റൻഷൻ. അതിനാൽ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വിഷയങ്ങളുമായി നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ആ യാത്രയിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ഉള്ള നഷ്ടം, നിങ്ങളുടെ സമയം പോലും നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. അപ്പോൾ ഈ വിഷയത്തിന്റെ 2ാമത്തെ ഭാഗവുമായി തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.